നമസ്കാരം. ദൃഢത്തിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാന പ്രതിരോധ കരാറാണ് ഇന്നത്തെ പ്രധാന വാർത്ത. ഒപ്പം തായ്ലൻഡിലെ സ്കൂളിലുണ്ടായ വെടിവെപ്പിനെ തുടർന്നുണ്ടായ അന്താരാഷ്ട്ര പ്രതികരണങ്ങളും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാർത്തകളും മറ്റ് വിശേഷങ്ങളുമായി ഞങ്ങൾക്കൊപ്പമുണ്ടാകുക. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഔദ്യോഗികമായി ഒരു ത്രികക്ഷി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. ഇതോടെ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെയുണ്ടാകുന്ന ആക്രമണം തങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന കൂട്ടായ സുരക്ഷാ ചട്ടക്കൂട് നിലവിൽ വന്നു. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മധ്യേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സുസ്ഥിരത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ കരാർ മേഖലയിലെ സൈനിക സഹകരണത്തിൽ വലിയൊരു മാറ്റത്തിനാണ് തുടക്കമിടുന്നത്. ബാഹ്യഭീഷണികളെ പ്രതിരോധിക്കുക എന്നതാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മൂന്ന് രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സംയുക്ത സേനാ വിന്യാസം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മേഖലയിലെ സങ്കീർണമായ സുരക്ഷാ സാഹചര്യങ്ങൾക്കിടയിൽ തങ്ങളുടെ സഖ്യങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും സൈനിക ശേഷി സംയോജിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക അസ്ഥിരതകളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന ഒരു ഏകീകൃത മുന്നണി രൂപീകരിക്കാനാണ് ഈ സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. കരാറിന്റെ പൂർണ്ണരൂപം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ദീർഘകാലമായി നിലനിൽക്കുന്ന ഉഭയകക്ഷി ബന്ധങ്ങളെ ഒരു ഔദ്യോഗിക ത്രികക്ഷി സുരക്ഷാ സംവിധാനമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ പുതിയ സുരക്ഷാ ക്രമീകരണം മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നത് ഉറ്റുനോക്കുകയാണ് നയതന്ത്ര വിദഗ്ധർ. ധദ്രതന് വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. സൗദി അറേബ്യയിലെ നറ്റാൻ മേഖലയ്ക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഖത്തർ വാർത്താ ഏജൻസിയായ ക്യുഎൻഎ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് ഈ ആക്രമണം മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഭീഷണിപ്പെടുത്തുന്ന അപകടകരമായ നടപടിയാണെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ഇത്തരം ശത്രുതാപരമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും യമനിലെ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളെ ഇത് അട്ടിമറിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അബുദാബി രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൗദി സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഒപ്പമുണ്ടാകുമെന്ന് ആവർത്തിച്ചു. സാധാരണക്കാരുടെയും സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം തുടർച്ചയായ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് യുഎഇ ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശത്രുത അവസാനിപ്പിച്ച് നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് ഗൾഫ് സഹകരണ കൗൺസിലിലെ വിവിധ അംഗരാജ്യങ്ങൾ ഇതിനകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദി യമൻ അതിർത്തിയിൽ സായുധ സംഘങ്ങൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികളെ നേരിടുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം യുഎഇയുടെ ഈ പ്രസ്താവനയിലൂടെ വീണ്ടും വ്യക്തമാവുകയാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. വാർത്തകൾക്കായി പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച പുതിയ ത്രികക്ഷി പ്രതിരോധ കരാർ ഇന്ത്യ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുവരികയാണെന്ന് ന്യൂഡൽഹി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കരാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച വ്യക്തമാക്കി. കരാറിന്റെ പ്രവർത്തനപരമായ വിശദാംശങ്ങൾ പരിശോധിച്ചുവരികയാണെങ്കിലും ഈ നീക്കം പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനാണ് ഈ കരാർ ലക്ഷ്യമിടുന്നത്. ഗൾഫ് മേഖലയിലും ദക്ഷിണേഷ്യയിലും തന്ത്രപരമായ സഖ്യങ്ങളെ ഈ ത്രികക്ഷി കരാർ പുനർനിർവചിച്ചേക്കാമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത് തങ്ങളുടെ പ്രാദേശിക സുരക്ഷാ താൽപ്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ന്യൂഡൽഹി പരിശോധിച്ചുവരികയാണ്. ഈ പങ്കാളിത്തം വിശാലമായ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തുടർന്നും വിലയിരുത്തുമെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കി. കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതോടെ സൈനിക ഏകീകരണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് നിരീക്ഷകരുടെ പ്രതീക്ഷ. മിഡിൽ ഈസ്റ്റിലും പരിസര പ്രദേശങ്ങളിലും പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിൽ ഇന്ത്യ സജീവമായ നയതന്ത്ര സമീപനമാണ് സ്വീകരിക്കുന്നത്. ധദ്രതന് വേണ്ടി റിപ്പോർട്ട്. കുടിയേറ്റ നയത്തെ ചൊല്ലിയുള്ള നയതന്ത്ര തർക്കത്തെ തുടർന്ന് മാഡ്രിഡും റോമും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു. സ്പാനിഷ് പ്രദേശമായ സ്യൂട്ടയിലേക്ക് കഴിഞ്ഞയാഴ്ച വൻതോതിൽ കുടിയേറ്റക്കാർ കടന്നുകയറിയതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ അതിർത്തി നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം ഇറ്റലി തള്ളിയാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് സ്പെയിൻ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകി. മൊറോക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി കടന്നതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത്. ഇത് യൂറോപ്യൻ അയൽരാജ്യങ്ങൾക്കിടയിൽ വലിയ വിവാദങ്ങൾക്കും കാരണമായി. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സ്പെയിനിന്റെ ആവശ്യം ഇറ്റാലിയൻ സർക്കാർ കർശനമായി തള്ളിക്കളഞ്ഞു.
തങ്ങളുടെ പരമാധികാരത്തിലുള്ള അതിർത്തി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇത്തരം അന്ത്യശാസനങ്ങളോ നിർബന്ധങ്ങളോ അംഗീകരിക്കില്ലെന്ന് ഇറ്റലി വ്യക്തമാക്കി. നിലവിലെ സുരക്ഷാ നടപടികൾ മേഖലയിലെ കുടിയേറ്റ പ്രതിസന്ധിയെ നേരിടാൻ അനിവാര്യമാണെന്നാണ് റോമിന്റെ നിലപാട്. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ തെക്കൻ അതിർത്തിയിൽ സ്ഥിരത നിലനിർത്താൻ ഏകീകൃത സമീപനം അത്യാവശ്യമാണെന്ന് മാഡ്രിഡ് വാദിക്കുന്നു. കുടിയേറ്റ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള ഭിന്നതയാണ് ഈ തർക്കത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും മാനുഷിക പരിഗണനകളും ദേശീയ സുരക്ഷയും കണക്കിലെടുത്ത് സമവായത്തിലെത്താൻ ബ്രസൽസിൽ നിന്ന് ഇരുരാജ്യങ്ങൾക്കും മേൽ സമ്മർദ്ദമുണ്ട്. ധഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. മെക്സിക്കോയും പെറുവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത നയതന്ത്ര പ്രതിസന്ധികൾക്കാണ് ഇതോടെ വിരാമമാകുന്നത്. 2025 നവംബറിൽ പെറുമുൻ പ്രധാനമന്ത്രി ബെറ്റ്സി ഷാവേസ് ലിമയിലെ മെക്സിക്കൻ എംബസിയിൽ രാഷ്ട്രീയ അഭയം തേടിയതിനെ തുടർന്നാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായത്. ഇതിനെ തുടർന്ന് ഇരുരാജ്യങ്ങളും നയതന്ത്ര തലങ്ങൾ താഴ്ത്തുകയും അംബാസഡർമാരെ തിരിച്ചുവിളിക്കുകയും ചെയ്തിരുന്നു. മേഖലാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നടന്ന രഹസ്യ ചർച്ചകൾക്കൊടുവിലാണ് ഈ നിർണായക തീരുമാനമെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. കരാറിന്റെ വിശദാംശങ്ങൾ ഇരുരാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ പരിശോധിച്ചുവരികയാണ്. നയതന്ത്ര ബന്ധം സാധാരണ നിലയിലായതോടെ കോൺസുലാർ സേവനങ്ങളും ഉഭയകക്ഷി സഹകരണവും പുനരാരംഭിക്കും. അഭയപ്രശ്നത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വ്യാപാര സുരക്ഷാ കരാറുകൾക്കും ഇതോടെ ജീവൻ വെക്കുകയാണ്. വരും ആഴ്ചകളിൽ തന്നെ അംബാസഡർമാർ ചുമതലയേൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശിക സാമ്പത്തിക താൽപ്പര്യങ്ങളും സംയോജന ശ്രമങ്ങളും മുൻനിർത്തി പഴയ തർക്കങ്ങൾ മറന്നു മുന്നോട്ട് പോകാനാണ് മെക്സിക്കോ സിറ്റിയുടെയും ലിമയുടെയും തീരുമാനം. ധഡ്രതിനു വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ശ്രീലങ്കയിലെ ജയിലുകളിൽ ഉണ്ടായ അക്രമാസക്തമായ കലാപത്തിൽ 3 തടവുകാർ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്തെ ജയിലുകളിൽ നിലനിൽക്കുന്ന കടുത്ത തിരക്കും സൗകര്യങ്ങളുടെ അപര്യാപ്തതയും കാരണം തടവുകാർക്കിടയിൽ രൂപപ്പെട്ട കടുത്ത അതൃപ്തിയാണ് കലാപത്തിൽ കലാശിച്ചതെന്ന് അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ നടന്ന 2 വ്യത്യസ്ത സംഭവങ്ങളിലായാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ജയിലുകളിലെ മോശം സാഹചര്യങ്ങളിലും സ്ഥലപരിമിതി മൂലമുള്ള സുരക്ഷാ ഭീഷണികളിലും പ്രതിഷേധിച്ചാണ് തടവുകാർ അക്രമം അഴിച്ചുവിട്ടത്. ജയിലുകളിലെ തടവുകാരുടെ എണ്ണം അനുവദനീയമായതിലും അധികമായതോടെ രാജ്യത്തെ ജയിൽ സംവിധാനം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാക്കാൻ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥരുടെയും തടവുകാരുടെയും സുരക്ഷയെച്ചൊല്ലി ആശങ്ക തുടരുകയാണ്. ജയിലുകളിലെ അമിത തിരക്ക് അപകടകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജയിൽ ഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും തടവുകാരുടെ എണ്ണം കുറയ്ക്കുന്നതിനായി അടിയന്തര നിയമപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും സർക്കാരിന് മേൽ സമ്മർദ്ദം ഏറുകയാണ്. മരണങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തായ്ലൻഡിൽ 14-കാരനായ വിദ്യാർത്ഥി നടത്തിയ വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. സ്വന്തം വീട്ടിലും പ്രാദേശിക സ്കൂളിലുമായിട്ടാണ് വിദ്യാർത്ഥി വെടിയുതിർത്തതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം തന്റെ വീട്ടിലെത്തി മുത്തശ്ശന്മാരെ ആക്രമിച്ച ശേഷം സ്കൂളിലെത്തിയ വിദ്യാർത്ഥി അവിടെയുണ്ടായിരുന്ന 5 അധ്യാപകരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും അക്രമിയെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യത്തിന് പിന്നിലെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. ഈ ദാരുണ സംഭവം പ്രദേശവാസികളെ വലിയ ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടു. ഇരകളുടെ കുടുംബങ്ങൾക്കും സ്കൂൾ ജീവനക്കാർക്കും സഹായം നൽകാനായി അടിയന്തര സേവന വിഭാഗങ്ങളെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് പരിശോധന തുടരുന്നതിനൊപ്പം ദൃക്സാക്ഷികളുടെ മൊഴികളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. വിദ്യാർത്ഥിക്ക് തോക്ക് എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് സർക്കാർ ഉറപ്പുനൽകി. ഔദ്യോഗിക അന്വേഷണം പുരോഗമിക്കുന്നതോടെ ഇരകളുടെ വിവരങ്ങളും സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ധഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. ഇന്നത്തെ പ്രധാന ആഗോള വാർത്തകളുടെ ഈ സ്ഥിരീകരിച്ച അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ ഞങ്ങൾ ദിവസം മുഴുവൻ നിരീക്ഷിക്കുന്നതാണ്. ധഡ്രത പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് സ്ഥിരീകരിക്കുന്നത്.